In the sun-drenched plains of Palakkad, where the western Ghats meets the horizon, a solitary figure in a green becomes a symbol of hope and resilience. Kallur Balan, affectionately known as the Green Man of Kerala, dedicated over 2 decades of his life to transforming the barren lands into thriving forest. Born as a Balakrishnan in the village of Kallur, Arangattu Vettil, Balan's early years were rooted in the modest beginnings. After completing his education up to the 8th standard, he joined his fathers in the toddy business. However, inspired by the teaching of social reformer Sri Narayana Guru, Balan left his trade and embarked on a path of environmental conservation, which became his life's mission. Starting in 2000, Balan began planting trees around his home. What began as a small initiative soon grew up into a large-scale mission. Armed with the bamboo poles and the tree sampling, he traveled on his 2-wheelers, planting trees along roadside in the public spaces and eventually in neighboring districts. Today, his trees stand tall along the national highway and in rural areas, providing shade, fruit, and a heaven for wildlife. അച്ഛൻ്റെ ജോലി അബ്ഗാരി ഫീൽഡായിരുന്നു. കള്ള് കച്ചവടം, ചാരായ കച്ചവടമൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അച്ഛനെ സഹായിക്കാൻ വേണ്ടി ആ ഫീൽഡിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ആ ഫീൽഡ് കൊണ്ട് വളർന്നു കുറച്ചുകൂടി വലുതായി. തെറ്റായ വഴി കൂടെ കള്ളിൽ വിഷവും ലഹരിക്കൂട്ടും ചേർത്ത് വിറ്റാലേ ആ ഫീൽഡ് വിജയിക്കുകയുള്ളൂ എന്ന് തോന്നി. അതുകൊണ്ട് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് കാശുണ്ടാക്കാൻ താല്പര്യമില്ലാതെ ആ ഫീൽഡിൽ നിന്ന് മാറി ഈ മരങ്ങൾ നട്ട് സംരക്ഷിക്കുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നത്, പ്രകൃതിയെയും മനുഷ്യനെയും കൂട്ടി നിൽക്കുന്ന മരങ്ങളാണ്. ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത് മരങ്ങളാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് മരങ്ങളായി. വിവിധ സംഘടനകളും കുട്ടികളും എല്ലാവരും ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കിളികളുടെ ഭക്ഷണം, ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത്, വായു, മണ്ണ്, ജലം, മഴ, മരുന്ന്, മണ്ണൊലിപ്പ്, ഇതെല്ലാം വൃക്ഷങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കണം. അതുകൊണ്ട് ബിസിനസ് എല്ലാം വേണ്ടെന്ന് വെച്ച് കാശുണ്ടാക്കാനുള്ളത് ഒഴിവാക്കി ഇനി മരം നടണം. 1 കോടി വൃക്ഷങ്ങൾ മാത്രമല്ല, എത്രമാത്രം ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം ഭൂമിയിൽ നട്ട് സംരക്ഷിക്കാനാണ് ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാലേട്ടൻ എന്നും പ്രകൃതിയോടൊപ്പം അദ്ദേഹം പ്രകൃതിയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ശ്രീനാരായണ ഗുരു സ്വാമിജിയുടെ തത്വങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു സാഹചര്യം മുതൽ അദ്ദേഹം എന്നോട് ചരിത്രം പറയുന്ന സമയങ്ങളിലെ കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം അതിനുശേഷം ചെയ്തിട്ടുള്ള സേവനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും അത് പ്രകൃതിയോട് ലയിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ അപ്ഗ്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റേതായ തനത് സ്പീഷ്യസുകളെ നട്ടുപിടിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്നും ഓർക്കും. അതിലുപരി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രകൃതി ജൂൺ 5 പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കുള്ള ഒരു പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊന്നും അന്ന് കാലങ്ങളിൽ ഇല്ലായിരുന്നു. എന്നാൽ ബാലേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ പാലക്കാട് ജില്ലയിലെ ഓൾമോസ്റ്റ് ഒരുവിധമുള്ള സ്കൂളുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കയ്യൊപ്പെങ്കിലും അല്ലെങ്കിൽ ഒരു വൃക്ഷത്തൈയെങ്കിലും അദ്ദേഹം നട്ട് ആ വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിലേക്ക് വേണ്ടതിൻ്റെ ആവശ്യകത എത്തിച്ചു കൊടുക്കുന്നതിനും ബാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ ആർക്കും സംശയമില്ല. ഈ ചുരിയമ്മല ഒരു മരുഭൂമിയായിരുന്നു. അന്ന്
ബൈക്കിലാണ് കുറേ ചെടികളും വെച്ച് ഈ ഭാഗത്തൊക്കെ കൊണ്ട് നട്ട് കുഴിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് വലിയ ഒരു കാടായി. ഈ ആനകൾ വരെ താമസിച്ച് പോകേണ്ട ഒരു വനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചുടികമ്പല. Over these years, Balan worked tirelessly to revive 100 acres once a barren Chuttipara valley into thriving forest. His dedication was evident in his signature attire, always dressed in a green shirt, green lungi and a green headband, symbolizing his deep connection to nature. സുഗതകുമാരി ടീച്ചറിൻ്റെ വരികളാണ് ഞാൻ പറയുന്നത്. സുഗതകുമാരി ടീച്ചർ മരത്തിനെ ശിവഭഗവാനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, കുഞ്ഞു മക്കളുടെ കൈകൾ നീളട്ടെ ഭൂമിയെ തളർപ്പിക്കാൻ. ബാലേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പത്തിരിപ്പാല GHSS സ്കൂളിൽ വെച്ചാണ്. അദ്ദേഹം അന്നും ഒരു പച്ച മുണ്ടും ഒരു പച്ച ഷർട്ടും ഇട്ട് കുറച്ച് തൈകളായിട്ട് വന്നിരുന്നു സ്കൂളിൽ തൈ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ട് എനിക്ക് വളരെ കൗതുകമായി. പിന്നെ അദ്ദേഹത്തെ പല ഉത്സവങ്ങളിൽ വെച്ചൊക്കെ കാണാനിടയായി. ഇതുപോലെ സംഭാരം അതുപോലുള്ളതൊക്കെ വിതരണം ചെയ്യുന്നതായി കണ്ടു. അങ്ങനെ അദ്ദേഹത്തിനോടുള്ള ഒരു കൗതുകം കൂടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സംഘടനയുടെ പരിപാടിയായി ലക്കിടിയിൽ കുറച്ച് തൈകൾ കനാലോരത്ത് തൈകൾ നടാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഒരുപാട് തൈകളായിട്ട് വരികയും ഞങ്ങളുടെ ഒരു ടീമും അദ്ദേഹവുമായി ചേർന്ന് കനാൽ ഓരങ്ങളിൽ ഒരുപാട് തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ അറിയാനിടയായി. നമുക്കറിയാം അദ്ദേഹം ആണ് ഈ ഷൊർണൂർ പാലക്കാട് ഹൈവേയിൽ ഇരുവശങ്ങളിലായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മരങ്ങളെല്ലാം അതിൽ അധികവും നട്ടുപിടിപ്പിച്ചത് ബാലേട്ടനാണെന്ന് അറിയാനിടയായി. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആരാധന കൂടി വന്നു. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാവരും പരിസ്ഥിതിയെക്കുറിച്ച് ഭയങ്കര വാചാലരാകുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കി കാണിച്ചെന്ന വ്യക്തികളിൽ ഒരാളാണ് ബാലേട്ടൻ. അപ്പോൾ അങ്ങനെ ബാലേട്ടനായിട്ടുള്ള ആത്മബന്ധം വളരുകയും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 2010 കാലം തൊട്ട് തന്നെ ബാലേട്ടനായിട്ട് അടുത്തു. ഇതുവരെ 2025 വരെയും ആത്മബന്ധം കൂടി വന്നു. അങ്ങനെ അദ്ദേഹത്തോട് കൂടുതൽ അടുത്ത സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നോട് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് 1 കോടി തൈകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് 1 കോടി തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരാഗ്രഹമായിരുന്നു, നമുക്കറിയാം പാലക്കാട് എന്ന് പറയുന്നത് പനകളുടെ നാടാണ്. ആ പാലക്കാടിൻ്റെ ഐഡൻറ്റിറ്റിയായ പന വൃക്ഷങ്ങൾ, പന തൈകൾ പാലക്കാട് കൂടുതൽ 10 ലക്ഷത്തോളം പന തൈകൾ നടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരാഗ്രഹം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒഴിവ് സമയം ഞങ്ങൾ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അതായത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, ഫ്രീ ആണോ, മണ്ണ് നനഞ്ഞ് കിടക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചെല്ലുമായിരുന്നു, ഇതുപോലെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് തൈകൾ നടാനും അതുപോലുള്ള ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പോവുകയുണ്ടായി. ഇതെല്ലാം ഇന്ന് ഓർക്കുന്ന സമയത്ത് ഒരു നല്ലൊരു മെമ്മറീസാണ്, നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. Beyond tree planting, Balan took up the mission of providing food and water to the wild animals and birds during the severe summer. He collected spoiled fruits and vegetables from the wholesale market, and shops took them along with water to the forest rangers to feed the animals and birds.
His efforts gained widespread recognition after he received a Vanamitra Award from the Kerala state government. This honor captivated him into the public eye, inspiring others to support his mission. In 2023, Balan's life and work was immortalized in a 37-minute documentary titled The Green Man, directed by V.K. Subhash. The film, which is focused on the global warming and environmental hazards due to increasing consumerization, has won more than 15 international accolades. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുടിക്കിതാ തൊഴുന്നേൻ. നീലകണ്ഠസ്വാമിയെപ്പോലെ വിഷം താനേ ഭുജിച്ച് പ്രാണവായു തരുന്നോനായിതാ തൊഴുന്നേൻ. On February 10, 2025, Kallur Balan passed away at the age of 76 due to heart complications. His legacy lives on his lush forest he created, the wildlife he cared for, and the inspiration he installed in countless individuals. He was not just a man of green attire, he was a man of green dreams, living beyond a world richer and greener because of his life's work. $830 കോടി ജനത്തിൽ
600 കോടി അല്ലെങ്കിൽ 700 കോടി ജനത്തിനും പരിസ്ഥിതി എന്താണെന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറുഭാഗം. മരം വേണം, പക്ഷെ ഇലകൾ പാടില്ല. അതാണിപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ചെറിയ അധ്യാപകൻ കൂടിയാണ് MBA, MCA, PhD. ഇത്തരം കുട്ടികൾക്ക് കുട്ടികളും പറയുന്ന അവരുടെ ആവശ്യം മരമുണ്ടാവണം, പക്ഷേ ഇല പാടില്ല. കുറേ ആളുകൾക്ക് സ്വന്തമായൊരു ബാലേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ നന്മയാണ്, അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ നന്മയാണ്. ആ നന്മയാണ് ഒരുപക്ഷെ അവിടെ ആളുകൾ ഓടിയെത്താൻ കാരണമാണ്. എത്രയോ ആളുകൾ ഓടിയെത്തിയത് കാരണം അധികാരത്തിന്റെ, പണത്തിന്റെ, സൗകര്യങ്ങളുടെ ഒന്നും അകമ്പടിയില്ലാതെ സാമൂഹ്യ സേവനം ചെയ്ത, സോഷ്യൽ വർക്ക് ചെയ്ത ഒരു ഇപ്പൊ ആലോചിച്ച് തൊട്ടിന്റെ അടുത്താണ് ആ മഹാത്മ ഇപ്പൊ കൂട്ട് നിൽക്കണം. ആരുടെ പോലെയല്ല. അപ്പൊ എപ്പോഴും പാലാട്ട് ഓർമ്മിക്കുന്ന ആ പൂക്കത്തിൽ മാവത്തെ കാണുന്നത് സങ്കടമുണ്ട്. ഞാൻ ഒരുപാട് കാലം ജീവിച്ച് പ്രകൃതിക്ക് വേണ്ടി ഒരു ചെയ്യാനുള്ള മാലാട്ട ദൗത്യത്തിന് ദൈവം ഇത്രയും ഒരിക്കലും വിചാരിച്ചില്ല. ഓർമ്മയ്ക്ക് മുന്നിൽ നിർത്തുന്നു. എല്ലാവരും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളതും എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ബാലേട്ടൻ നമ്മളെ വിട്ടു പോയെങ്കിലും അദ്ദേഹത്തിൽ നിന്നുള്ള ആ ഊർജം ഈ കാണുന്ന മരങ്ങളിലൂടെയും നമ്മളിലൂടെയും ഉറപ്പായും വരും തലമുറയിലേക്ക് ഒരു മൂല്യമായി തന്നെ നിലകൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. നന്ദി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെയെല്ലാ മലകളും.